ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരത്തിൻ്റെ പേര് ഡയമണ്ട് കട്ട്സ് എന്ന പലഹാരമാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ മൈദ മാവ്, ഒരു മുട്ട, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, പശുവിൻ പാല്. ആദ്യം നമ്മൾക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഈ മൈദ മാവിലോട്ട് മിക്സ് ചെയ്യുക. അല്പം മഞ്ഞൾപ്പൊടി ഇടുക. നമ്മളൊരു ചെറിയ കളറിന് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്, അല്ലാതെ ടേസ്റ്റിനോ ഒന്നും അല്ല. അല്പം ഉപ്പുപൊടി. ഇതായി പശുവിൻ പാലൊഴിച്ച് നമ്മളിത് കുഴയ്ക്കുകയാണ്. അതിൻ്റെ അളവ് നോക്കി വേണം പാല് ചേർക്കാൻ. കാരണം ഒരുപാട് അയഞ്ഞു പോയാൽ നമുക്ക് ഇത് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ഇത് കുഴയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ കണ്ടെന്നിരിക്കും. അവർക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയ പാടെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ മാവും മുട്ടയും എല്ലാം ചേർത്ത മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഏകദേശം നമ്മളിത് വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കാം. അല്പം എണ്ണ കയ്യിൽ തടവിയാൽ നമ്മൾക്ക് നല്ല നൈസായിട്ടുള്ള ഉരുളകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിത് ചെറിയ ബോളാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ പരത്താൻ ആരംഭിക്കുകയാണ്. ഇങ്ങനെ എണ്ണ തടവണം. ഇങ്ങനെ അതിനെ പരത്തുക. പിന്നെ ആകൃതിയോ ഒന്നും വേണമെന്നില്ല. ഏറ്റവും മയത്തിൽ നമ്മൾ കനം കുറച്ച് ഇതിനെ പരത്തിയെടുക്കണമെന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. ഒരു ബോൾ ഞാൻ പരത്തി വെച്ച് കഴിഞ്ഞു. നമുക്കിഷ്ടമുള്ള ആകൃതി കട്ട് ചെയ്തെടുക്കാം. അത് കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കോണിച്ചും ഒക്കെ എടുക്കുക. ഇനി കട്ട് ചെയ്ത സംഭവങ്ങൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ പെറുക്കി വെക്കുക. അപ്പോൾ കടലമാവ് നമ്മൾ ചേർത്താൽ അതിന് നമ്മൾ പാനി വിളയിച്ച് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്. അവർക്കൊക്കെ ഒരു സ്നാക്സായിട്ട് കാപ്പിയുടെ കൂടെയോ വൈകുന്നേരങ്ങളിലോ ചുമ്മാ കുറിക്കാൻ പറ്റും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് ഇടുവാൻ പോവുകയാണ്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് ഉണ്ടാക്കുവാൻ. കാരണം ഒരുപാട് അധികം തീ ചൂടി ചെന്നാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ വേഗം പൊലിക്കുന്ന സാധനമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ നമ്മൾക്കിത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാത്രത്തിൽ കാണുവാൻ സാധിക്കും. ഏകദേശം നമ്മളൊരു ബോണ്ട മുഴുപ്പിൽ മാവ് കുഴച്ച് വെച്ചിരുന്നതാണ്. അത് ഉണ്ടാക്കിയ ഡയമണ്ട് കട്ട്സ് ആണ് ഈ ഇരിക്കുന്നത്. പഞ്ചസാര പാനി ഉണ്ടാക്കാൻ പഞ്ചസാര, ജീരകം, ഏലക്ക. ഈ ഏലക്കായും ജീരകവും കൂടെ നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് പൊടിച്ചെടുക്കുക. ഏകദേശം അരക്കപ്പ് വെള്ളം ഫ്രൈങ് പാൻ ചൂടായതിലേക്ക് ഒഴിച്ച ശേഷം പഞ്ചസാര, നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ജീരകം എന്നിവ ആഡ് ചെയ്യുക. കുറുകി വരുമ്പോൾ, അതായത് നൂൽ പരുവമാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. പാനി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂൺ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അത് നൂല് പരുവായെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് ഉള്ള സമയമായി എന്നർത്ഥം. പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. തീ കെടുത്തുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഡയമണ്ട് കട്ട്സ് ഇതിലേക്ക് ഇടുക. വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ഇളക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ഡയമണ്ട് കട്ട്സ് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അല്പം ചൂടാറിയ ശേഷം ടിന്നിലടച്ച് സൂക്ഷിക്കുക. നമ്മുടെ ആവശ്യാനുസരണം കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.